ഹലോ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്നൊരു എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ രോഹിത്ത് വീട്ടിൽ ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, റൂബിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് റൂമിൽ വാതിലൊക്കെ അടച്ചിട്ട് ഇരിക്കുകയായിരുന്നല്ലോ. അവൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങാനായിട്ട് പോകുമായിരുന്നു. എന്താണെങ്കിലും അതൊക്കെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അലീന ബാലചന്ദ്രനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയും ബാലചന്ദ്രൻ ഉടനെ തന്നെ വീട്ടിലേക്ക് വന്ന് രോഹിത്തിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുകയും റൂബിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രോഹിത്താണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാട്ടോ എല്ലാവരോടും പെരുമാറുന്നത്. എന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ തച്ചുടച്ച് രോഹിത്ത് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അലീന പറയുന്നുണ്ട് ആ സമയത്ത്, ഈ വീട്ടിൽ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതൊക്കെ എന്നെയും കൂടി ബാധിക്കും, ആര് വേദനിച്ചു കഴിഞ്ഞാലും എനിക്കും വേദനിക്കും എന്ന് പറയുമ്പോൾ, വൈജയന്തിക്ക് വേദനിച്ചാലും നിനക്ക് വേദനിക്കുമോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? മാഡം ഈ വീട്ടിലുള്ള ആളല്ലേ, മാഡത്തിനും എന്ത് സംഭവിച്ചാലും വേദനിച്ചു കഴിഞ്ഞാലും എന്നെ അത് ബാധിക്കും, എനിക്ക് വേദനിക്കും എന്ന് പറയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് മാഡത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അതൊന്നും സാറിനിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, എല്ലാം മനസ്സിലാവുന്ന ഒരു ദിവസം വരും, എല്ലാവരും അറിയുന്ന ഒരു ദിവസം വരും എന്നൊക്കെ അലീന പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ഒരുപാട് സെർവൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരൊക്കെ വൈജയെ എപ്പോഴും പ്രാഗിക്കൊണ്ടൊക്കെയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അത്രയും പരുഷമായിട്ടാണ് വൈജ എല്ലാവരോടും പെരുമാറുന്നത്. അതിനേക്കാൾ ഏറെ എന്ന് പറയാം, അങ്ങനെയാണ് നിന്നോട് പെരുമാറുന്നത്. എന്നിട്ട് നിനക്കിതൊക്കെ എങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നു? നിനക്കെന്താ അവളോട് ഒരു ദേഷ്യവും ഇല്ലാതെ? അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമാണ് എന്ന് പറയുമ്പോൾ, എനിക്ക് അങ്ങനെ കഴിയൂ സാർ. എന്തൊക്കെ മാഡം ചെയ്താലും എനിക്ക് മാഡത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഒന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് അലീന. ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ് ബാലചന്ദ്രൻ. എന്താണെങ്കിലും ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും അറിയില്ല. രോഹിത്തിനെ നമ്മളിപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ രോഹിത്ത് വല്ല അപകടത്തിലും ചെന്ന് ചാടും. ആ ഹരിയാണ് രോഹിത്തിൻ്റെ കൂട്ടുകെട്ട് എന്നൊക്കെ അലീന പറയുമ്പോൾ, എനിക്കറിയാം, ഞാൻ ശിവേട്ടനെ വിളിച്ചൊന്ന് സംസാരിക്കുന്നുണ്ട്. അന്ന് മനു ഹരിയെ വാൺ ചെയ്ത് വിട്ടെങ്കിലും പക്ഷേ അവൻ ഇപ്പോഴും മറ്റെന്തൊക്കെയോ കുഴപ്പങ്ങൾ പറഞ്ഞെടുത്തുകൊണ്ട് രോഹിത്തിൻ്റെ പുറകെ തന്നെ ഉണ്ട്. എനിക്കതറിയാം, ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറയണം. എന്താണെങ്കിലും രോഹിത്തിനെ എങ്ങനെയെങ്കിലും അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നത്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ സാർ? ഇനി എൻ്റെ നേരെ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോള് ചെയ്തത് ഒരു തെറ്റുമല്ല, എങ്ങനെയാണ് വേണ്ടത്? സാധാരണഗതിയിൽ മറ്റു വല്ലവരും ആയിരുന്നെങ്കിലും, മറ്റ് സെർവൻസ് ആണെങ്കിലും വീട്ടിലുള്ള ആൾക്കാർ എന്ത് തന്നെ തെമ്മാടിത്തരം ചെയ്താലും അത് അവരെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് ഓർത്തിട്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ മോൾ അങ്ങനെയല്ലല്ലോ ചെയ്തത്. സ്വന്തം സഹോദരനെ രക്ഷിക്കുന്നത് പോലെ, സ്വന്തം സഹോദരൻ ഒരു തെറ്റിലേക്ക് ചാടുമ്പോൾ, ഒരു തെറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിൽ നിന്ന് തിരുത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കില്ലേ ചെയ്തത്. അതുകൊണ്ട് മോൾ ചെയ്ത കാര്യം വലിയ ഉപകാരമുണ്ട്, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എന്നോട് നന്ദിയൊന്നും സാറ് പറയണ്ട, എനിക്ക് എൻ്റെ കടമയാണ് ഞാൻ ചെയ്തത്, എൻ്റെ സ്വന്തം സഹോദരനല്ലേ എന്ന് പറയണം. ഞാൻ എൻ്റെ സ്വന്തം സഹോദരനും സഹോദരിമാരുമായിട്ടാണ് മക്കളെ 3 പേരെയും കാണുന്നത്. അതുപോലെ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ വീട്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മുത്തശ്ശി, അങ്ങനെ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ ബാലചന്ദ്രനോട് പറയണം. അതേസമയം രോഹിത്ത് വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രോഹിത്ത് നേരെ ചെല്ലുന്നത് കോളേജിലേക്കൊന്നുമല്ല, ഹരിയെ വിളിക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണമെന്ന് പറയണം, നമ്മൾ സ്ഥിരം മീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് പറയണം. അങ്ങനെ അവിടെ ചെല്ലുകയാണ്. ഒരു കുളക്കടവിൻ്റെ അടുത്താട്ടോ അവരെപ്പോഴും മീറ്റ് ചെയ്യാറ്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ രോഹിത്ത് ഹരിയോട് പറയണം. അപ്പോൾ ഹരി പറയുന്നത്, ഞാൻ അന്നേരമേ അവളെ നീ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ, നീ എന്തിനാണ് റൂബിയേയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നത്? നിനക്ക് ഇത്രയൊക്കെ ധൈര്യം ഉണ്ടായിരുന്നോ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാനായിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പോൾ, എന്നാലും ഞാൻ ഇന്ന് വരെ ഇത്രയൊക്കെ ചെയ്യുന്ന ഞാൻ ഇന്ന് വരെ വീട്ടിലേക്കൊന്നും വിളിച്ചു കൊണ്ടുപോയിട്ടില്ല. വല്ല റെസ്റ്റോറൻറ്റിൽ പോയി വല്ല കോഫി കുടിക്കുക, ഐസ്ക്രീം കഴിക്കുക, അങ്ങനെയല്ലാണ്ട് വേറെ എങ്ങോട്ടും ഞാൻ ഇന്ന് വരെ വിളിച്ചു കൊണ്ടുപോയിട്ടില്ല. നിനക്ക് എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടിയെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് വല്ലതും നടന്നോടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. രോഹിത്താണെങ്കിൽ അച്ഛൻ്റെ നിന്ന് കിട്ടിയ തല്ലും അതുപോലെ അപമാനവും ഒക്കെ കാരണം ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഹരി ഇങ്ങനെ ചോദിക്കുന്നത്, നീ ഒന്ന് പോയേ ഹരി, അല്ലെങ്കിലേ മനുഷ്യൻ്റെ മനസ്സമാധാനം പോയിരിക്കുകയാണ്. വല്ലതും നടക്കാൻ പോയിട്ടൊന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല, അപ്പോഴേക്ക് അവൾ കയറി ഇടങ്കോലിട്ട് അവൾ അച്ഛനെ വിളിച്ച് വരുത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് രോഷാകുലനാവുക കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, നീ കൂളാവും, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ, അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്ന് പറയണേ. അത് തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പണി അവൾക്കിട്ട് കൊടുക്കാമെന്ന് പറയാണ്
ഹരി. അപ്പോൾ രോഹിതിന് സന്തോഷമാണ്. എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഹരി പറയുന്നത്, ഞാനൊരു ദിവസം അങ്ങോട്ടേക്ക് വരാം, നമുക്ക് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കാം, അവൾ ജീവിതത്തിൽ മറക്കാത്തൊരു പണി നമുക്ക് കൊടുക്കാമെന്ന് പറയാണ്. എന്ത് കാര്യത്തിനും നീ പ്ലാൻ ചെയ്തോ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഹരിക്ക് കൈ കൊടുക്കുകയാണ് രോഹിത്. അപ്പോൾ കിട്ടിയ അവസരം എങ്ങനെയെങ്കിലും മുതലാക്കണം എന്നുള്ള രീതിയിലാണ് ഹരി നിൽക്കുന്നത്. അങ്ങനെ രോഹിത് പോകുമ്പോൾ വളരെ ഒരു സൂത്രശാലി, ഒരു കുറുക്കൻ്റെ ബുദ്ധിയോട് കൂടിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ഹരി. കാരണം എന്താണെന്ന് വെച്ചാൽ അലീനെ എങ്ങനെയെങ്കിലും ഒന്ന് തൻ്റെ പരിധിയിലാക്കിയിട്ട് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തുകയാണ്. അങ്ങനെ പിന്നീട് ഒരു ദിവസം ഹരി പറഞ്ഞതനുസരിച്ച് രോഹിത് കോളേജ് കട്ട് ചെയ്ത് വീട്ടിലേക്ക് വരികയാണ്. ആ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നേരത്തെ തന്നെ പോയിട്ടുണ്ടായിട്ടോ. മക്കളാണെങ്കിൽ കൃഷ്ണമോളും അതുപോലെ ബബിതയും കോളേജിലേക്കും സ്കൂളിലേക്കും പോയി. ബാലചന്ദ്രനാണെങ്കിൽ കടകളിലേക്കും പോയി. മുത്തശ്ശിയും വീട്ടിലില്ല കേട്ടോ. മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ആ ദിവസം കണക്ക് കൂട്ടിയിട്ടാണ് ഹരിയും രോഹിത്തും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഇവർ സംസാരിക്കുന്നത്, ബാലചന്ദ്രനും വൈജയും കൂടി സംസാരിക്കുന്നത് രോഹിത് കേട്ടിട്ടുണ്ടായിരുന്നു. നാളെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, ആ പ്ലാസ്റ്റർ വെട്ടാനുണ്ട് എന്നൊക്കെ പറയുന്നത് രോഹിത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് വൈജ പറയുന്നുണ്ടായി. അപ്പോൾ ബാലചന്ദ്രൻ ഏതായാലും കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈജ പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുപോയിക്കോളാം, എന്നാൽ അലീനയും കൂടി കൂട്ടിപ്പോക്കോ എന്ന് പറയുമ്പോൾ, എന്തിനാ അലീനയെ കൊണ്ടുപോകുന്നത്, സെർവൻറ്റിനെയും കൊണ്ടാണോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ല, ഞാനല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുപോയത്, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് വൈജ പറയണേ. രോഹിത്തിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണേ. കാരണം വീട്ടിൽ ആരുമില്ല, അലീന മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യം പെട്ടെന്ന് ഹരിയെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് രാത്രി തന്നെ. അപ്പോൾ ഹരി പറയുന്നത്, നാളെ നീ കോളേജിലേക്കെന്ന് പറഞ്ഞിട്ട് പോവണം, എന്നിട്ട് കോളേജിൽ പോവാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം, ഞാനും വരാമെന്ന് പറയാണ് ഹരി. അപ്പം നാളെ നമ്മുടെ പരിപാടികളൊക്കെ സക്സസ് ആക്കി എടുക്കണമെന്ന് ഹരി പറയുന്നുണ്ട്. അങ്ങനെ അതനുസരിച്ച് പിറ്റേ ദിവസം ബാലചന്ദ്രൻ കടയിലേക്കും പോയി, അതുപോലെ വൈജയന്തിയും മുത്തശ്ശിയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്കും പോവാണ്. മക്കളൊക്കെ സ്കൂളിലും പോയിട്ടോ. രോഹിതും അതുപോലെ കോളേജിലേക്കാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ബാലചന്ദ്രനാണ് ലാസ്റ്റ് പോകുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, മോൾ ഈ വാതിലൊക്കെ അടച്ചിരുന്നു, ആരും ഇല്ലാത്തതല്ലേ, തനിച്ചല്ലേ, വാതിൽ തുറക്കരുത്, ഞങ്ങൾ ആരെങ്കിലും വരുമ്പോൾ മാത്രം തുറന്നാൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അലീന വാതിലൊക്കെ അടച്ചിരിക്കുകയാണ്. എല്ലാവരും പോയി. അങ്ങനെ ഗേറ്റും വാതിലൊക്കെ അടച്ച് അലീന വീട്ടിലിരിക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ രോഹിത് തിരിച്ചു വരിക കേട്ടോ. ഒരു ബൈക്കിൻ്റെ സൗണ്ട് അലീന കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡോറ് കുറ്റിയിട്ടേക്കാണല്ലോ. അപ്പോൾ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആരാ അപ്പോൾ വരുന്നത് എന്ന് അലീന ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അലീന ഡോറ് തുറക്കുന്നില്ല. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടിട്ട് അലീന വന്ന് ഡോറ് തുറക്കുകയാണ്. അപ്പം നിൽക്കുന്നത് രോഹിത്താണ്. രോഹിത്തിനെ കണ്ടിട്ട് അലീന ആകെ ആശ്ചര്യപ്പെടുകയാണ്. എന്താ ഇന്ന് കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കോളേജിൽ പോവാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നതെന്ന് അലീനയോട് തിരിച്ച് ചോദിക്കുകയാണ് രോഹിത്. നീ രാവിലെ കോളേജിലേക്കാണെന്നും പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്, പിന്നെ എന്താ തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്, എന്തിനാണ് ഈ വാതിൽ ഏത് സമയം അടച്ചിട്ടേക്കുന്നതെന്ന് ചോദിക്കുകയാണ് രോഹിത്. അതിവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഡോർ അടച്ചിട്ടത്, എന്നോട് മാഡം സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോർ അടച്ചിട്ടേക്കണം എന്ന്, ഞാൻ തനിച്ചല്ലേ ഉള്ളൂ എന്ന് പറയണം. ഓ നിന്നെ ആരും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനാണ്, അത്രയും മുന്തിയ സാധനമാണോ എന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നത്, ഞാൻ തനിച്ചാണ് ഈ വീട്ടിലിരിക്കുന്നത്, അപ്പോൾ എനിക്ക് എൻ്റെ സേഫ്റ്റി നോക്കണം, അതുകൊണ്ട് ഡോർ അടച്ചിട്ടതാണ് എന്ന് പറയണം. എന്നാൽ നീ പൊക്കോ, ഇനിയിപ്പോൾ ഡോർ അടച്ചിടണ്ട, ഇനിയിപ്പോൾ ഞാൻ വീട്ടിലുണ്ടല്ലോ എന്ന് പറയാണ് രോഹിത്. അതെന്താ ഡോർ അടയ്ക്കേണ്ട എന്ന് പറഞ്ഞത്, രോഹിത് റൂമിൽ പോയിരിക്കില്ലേ, പിന്നെ ഞാൻ തന്നെയല്ലേ താഴെയുള്ളത് എന്ന് പറയുമ്പോൾ, ഞാൻ മുകളിൽ പോയിരിക്കുന്നില്ല, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്, അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ നിൻ്റെ റൂമിൽ പോയിരുന്നോ എന്ന് പറയണം. അതിന് മുൻപ് ഒരു കോഫി ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു കോഫി വേണമെന്ന് പറയണം, എനിക്ക് നല്ല തലവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലീന ഒരു കോഫി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് ഇങ്ങനെ വന്നപ്പോൾ തന്നെ അലീനയ്ക്കൊരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് അപ്പോൾ അലീന കോഫി ഇട്ട് കൊടുത്തിട്ട് റൂമിലേക്ക് പോകാൻ നേരത്ത് രോഹിത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എൻ്റെ റൂമിലൊന്ന് കൊണ്ടുപോയി വെക്കുക, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്, നീ പിന്നെ നിൻ്റെ റൂമിൽ പോയിരുന്നോ, പിന്നെ അങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ ഒരു സംശയത്തോട് കൂടിയിട്ട് അലീന ഇങ്ങനെ നോക്കുമ്പോൾ, നീ വല്ലാണ്ട് നോക്കൊന്നും വേണ്ട, ഗേളൊന്നുമല്ല, ബോയ് തന്നെയാണ്, വരുമ്പോൾ വേണം നിനക്ക് കാണാമെന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത്, ഈ സമയത്ത് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇത് എൻ്റെ വീടല്ലേ, എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ നിൻ്റെ അനുവാദം വേണോ എന്ന് ചോദിക്കണം. നീ പറഞ്ഞത് ചെയ്യ്, 2 ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് അവിടെ റൂമിൽ കൊണ്ടുപോയി വെച്ചേക്കെന്ന് പറയണം. അങ്ങനെ 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അലീന മുകളിൽ റൂമിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ രോഹിത് താഴെ തന്നെയാണ് നിൽക്കുന്നത്. അതുവരെ രോഹിത് നല്ല രീതിയിലാണ് അവളോട് സംസാരിക്കുന്നത്.
അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് ഒരു വിശ്വാസം തോന്നുക കേട്ടോ അവനോട്. അവൻ ഇനി തെറ്റിലേക്കൊന്നും പോവില്ല എന്നുള്ള. കാരണം വല്ലാണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് അലീനയ്ക്ക് ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിലെ പ്ലാൻ എന്താണെന്നുള്ളത് അലീനയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ അലീന ജ്യൂസൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ രോഹിത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. രോഹിത്ത് മുകളിലേക്ക്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രോഹിത്ത് മുകളിലേക്ക് റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് വരുന്ന സൗണ്ട് അലീന കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരാണെന്ന് അറിയാനായിട്ട് അലീന റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് രോഹിത്ത് മുകളിൽ നിന്ന് കാണുകയാണ് അലീന റൂമിൽ നിന്ന് വരുന്നത്. നീ ആരെ കാണാനാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരോ വന്നു എന്ന് പറയുമ്പോൾ അതെൻ്റെ കൂട്ടുകാരനാണ്, നീ നിൻ്റെ റൂമിലേക്ക് പൊക്കോ, അവൻ ഇങ്ങോട്ട് വന്നോളും എന്ന് പറയണം. അങ്ങനെ അലീന അവിടെ മടിച്ച് നിൽക്കുമ്പോൾ നിന്നോടല്ലേ പറഞ്ഞ റൂമിലേക്ക് പോകാൻ എന്ന് പറയണം. അങ്ങനെ അലീന റൂമിലേക്ക് പോയിട്ട് വാതിലടച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ഹരിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹരിയെ അലീനയ്ക്ക് മനസ്സിലാവുമല്ലോ കണ്ടാൽ, അതുകൊണ്ടാണ് അകത്തേക്ക് പോകാൻ പറഞ്ഞത്. അങ്ങനെ അലീന റൂമിലേക്ക് പോയിരിക്കുന്ന സമയത്ത് ഹരി വന്ന് മെല്ലെ ഡോറ് തുറന്നിട്ട് ഹരി ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ രോഹിത്തിനെ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് ഡോർ അടച്ചിട്ടില്ല, നീ കയറി പോരുമെന്ന് പറയണം. അങ്ങനെ രോഹിത്ത് അകത്തേക്ക് വന്നിട്ട് ഹരി അകത്തേക്ക് വന്നിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം അലീന ഇനി കാണണ്ട എന്നുള്ള രീതിയിൽ, ആരാണ് വന്നതെന്ന് അറിയണ്ട എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അലീനയ്ക്ക് എന്നിട്ടൊരു വിശ്വാസം പോരാ, ആരാ എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് അലീന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് നോക്കുന്ന സമയത്ത് രോഹിത്തിൻ്റെ കൂടെ ഒരു പയ്യൻ റൂമിലേക്ക് കയറി പോകുന്നതാണ് കാണുന്നത്. ആരാണെന്ന് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഏതായാലും ഒരു ഗേളല്ല, ഒരു ആൺകുട്ടിയാണെന്ന് മനസ്സിലാവുകയാണ്. എന്താണെങ്കിലും ഇവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. മുത്തശ്ശിയെയും കൊണ്ട് അവരൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ ആരുമില്ല. അലീനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അലീന ആ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. വാതിൽ കുറ്റിയിടുന്നൊന്നുമില്ല കേട്ടോ. വാതിൽ അങ്ങനെ ചാരി വെച്ചിട്ട് തന്നെ ഉള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രോഹിത്ത് അലീനയെ വിളിക്കുക കേട്ടോ. അലീന എന്ന് വിളിക്കുമ്പോൾ അലീന റൂമിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് വന്നേന്ന് പറയണം, വളരെ ഗൗരവത്തിൽ തന്നെ. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാനല്ലേ പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ രോഹിത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലാതല്ലേ നേരത്തെ സംസാരിച്ചത് എന്നുള്ള രീതിയിൽ അലീന മുകളിലേക്ക് കയറി ചെല്ലുക കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ കണ്ടെയ്നറിലായിട്ടുള്ള ഈ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ബോട്ടിലുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ബോട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ സ്ട്രോ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അലീന ഇങ്ങനെ സംശയത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. 2 പേരല്ലേ ഇവരുള്ളൂ, 3 ബോട്ടിലൊക്കെ സ്ട്രോ ഇട്ട് വെച്ചേക്കുന്നത് എന്താണെന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ്, ഒരെണ്ണം നിനക്കാണെന്ന് പറയണേ. അപ്പോൾ അലീന ചോദിക്കുന്നത് എന്നിട്ട് നിൻ്റെ ഫ്രണ്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബാത്റൂമിലുണ്ട്, ഇപ്പോൾ വരും എന്ന് പറയാണ്. അപ്പോൾ അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നണം. അപ്പോൾ നീ കണ്ടതല്ലേ ബൈക്കിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ, നീ എന്താ സംശയിക്കുന്നത്? എൻ്റെ ഫ്രണ്ട് ബോയ് തന്നെയാണ്, അല്ലാതെ ഗേളൊന്നുമല്ല എന്ന് പറയണേ. അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അതെന്താ കുടിച്ചാൽ ഞങ്ങളൊക്കെ കുടിക്കുന്നതല്ലേ, അപ്പോൾ അവൻ കൊണ്ടുവന്നപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്, അപ്പം നിനക്ക് തരാമെന്ന് ഓർത്ത്. ഇവിടെ ഇപ്പം നീ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്, നിനക്ക് വേണേ കുടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. എന്തോ ഇനിയിപ്പോൾ വേണോ വേണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ട് നിൽക്കണ്ട, ഞാനതൊക്കെ വിട്ടു, എനിക്കിപ്പോൾ അങ്ങനെയുള്ള ദേഷ്യമൊന്നുമില്ല നിന്നോട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചിട്ട് ഈ ജ്യൂസ് തരാമെന്ന് കരുതിയത്. ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് നീ എടുത്തോ എന്ന് പറയണം. അപ്പോൾ അതിൽ 3 എണ്ണം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ ഇത്തിരി പൊടി മരുന്ന് ഉറക്ക ഗുളിക ഇട്ടിട്ടുണ്ട്. അതാണ് അലീനയ്ക്ക് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ അലീനയെ ഇങ്ങനെ ഉറക്ക ഗുളിക ഇട്ട ജ്യൂസ് കൊടുത്ത് കുടിപ്പിച്ചിട്ട് അലീനയെ ഉപദ്രവിക്കാനാണ് അവരുടെ പ്ലാന്. അപ്പോൾ അലീന ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ ഒരെണ്ണം എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അലീനയ്ക്ക് ഒരു ബോട്ടിൽ ജ്യൂസ് എടുത്തിട്ട് രോഹിത് തന്നെ കൊടുക്കുക കേട്ടോ. ഇത് കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അതിലേക്ക് സ്ട്രോ വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പൊട്ടിച്ചിട്ടുള്ളൂ എന്നുള്ള മട്ടിലാണ് ആ സ്ട്രോ കുത്തിയും കൊണ്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അലീന അത് വാങ്ങിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് കുടിക്കാനൊരു മടിയുണ്ട്. അങ്ങനെ മടിച്ച് നിൽക്കുന്ന സമയത്ത് രോഹിത്ത് പറയുന്നുണ്ട് നീ കുടിച്ചേക്ക്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് അവനും കുടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അതിൽ നിന്ന് ഇത്തിരി ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്താണ്, ഒരു സിപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിട്ട് ഹരി വരുന്ന കേട്ടോ. അപ്പോൾ ഹരിയെ കണ്ടപ്പോൾ അലീന ആകെ ഷോക്കാവുകയാണ്. ഹരിയെ നോക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് രോഹിത്തിനെ നോക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിൻ്റെ മുഖത്തൊരു പുച്ഛച്ചിരി കേട്ടോ ആ സമയത്ത്. രോഹിത്ത് അപ്പോൾ തനിക്ക് തന്നെ ട്രാപ്പിലാക്കിയതാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുമ്പോൾ അലീന പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആ റൂമിൻ്റെ ഡോറിലേക്ക് വന്ന് ചാരി നിൽക്കുകയാണ് ഹരി. ആ ഡോർ അടച്ചിട്ട് ഡോറിലേക്ക് വന്ന് ചാരി നിൽക്കുകയാണ്. നിനക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലടി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ഹരി മാറ്, എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ നീ അങ്ങനെ ഇപ്പോൾ പോണ്ട എന്ന് പറയാണ്. ഇവിടെ ഇരിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ ജ്യൂസ് കുടിക്കുക എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. അലീന ജ്യൂസ് കുടിക്കുന്നില്ല കേട്ടോ.
അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, നിന്നോടല്ലേ പറഞ്ഞത് ജ്യൂസ് കുടിക്കാൻ, കുടിക്കടി ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് രോഹിത് വരുമ്പോൾ, രോഹിത് നീ എന്താ ഈ കാണിക്കുന്നത്, നീ ചെയ്യുന്നത് മൊത്തം തെറ്റാണ് മോനെ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, എന്നോട് നിനക്കൊന്നും അറിയത്തില്ല, നീ അറിയാതെ ഈ ചെയ്യുന്നത് മുഴുവൻ മഹാപാപമാണ് എന്നൊക്കെ പറയുമ്പോൾ, നീ ആരാടി എന്നെ ഇട്ട് ഉപദേശിക്കാൻ, നീ എൻ്റെ ചേച്ചിയോ അനിയത്തിയോ സഹോദരിയോ ഒന്നുമല്ലല്ലോ, വീട്ടിലെ വേലക്കാരിയല്ലേ, ഞങ്ങൾ പറയണത് നീ അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് അവളോട് ഇങ്ങനെ അസാൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഹരിയാണെങ്കിൽ ഒരു വൾഗറായിട്ട് ഇങ്ങനെ ഇവളിങ്ങനെ അടിമുടി നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് വീണ്ടും അവളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിന്നോട് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞില്ലേ, നീ അത് കുടിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഒരു പന്തികേട് തോന്നിയിട്ട് അലീന ജ്യൂസ് കുടിക്കുന്നില്ല കേട്ടോ. ജ്യൂസ് കുടിക്കാതെ വെക്കുമ്പോൾ അവളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കാനായിട്ട് നോക്കുകയാണ് രോഹിത്. അപ്പോൾ എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജ്യൂസ് തട്ടിക്കളിയാണ്, അവൾ അത് കുടിക്കുന്നില്ല. അങ്ങനെ ആ പിടിവലിയിൽ അവളുടെ ഷോളൊക്കെ പിടിച്ച് വലിച്ച് ഷോളൊക്കെ ഇങ്ങോട്ട് വലിച്ചഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമാവാണ്. അലീന രണ്ട് കൈകളും ഇങ്ങനെ തൻ്റെ മാറത്തേക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് രോഹിത്തും ഹരി ഇങ്ങനെ ചിരിക്കുകയാണ്. രോഹിത്തിന് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിലും ഹരിയാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്, ഷോള് പിടിച്ച് വലിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഹരിയാണ്. ഹരി ഇങ്ങനെ ചെയ്യുമ്പോൾ രോഹിത്തൊക്കെ സമ്മതിച്ചു കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഹരി എന്നിട്ട് ഭയങ്കര മോശമായിട്ട് അവളെ ഇങ്ങനെ നോക്കുകയാണ്. അവളുടെ ബോഡിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അലീനയ്ക്ക് എന്തോ പോലെ തോന്നുകയാണ്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, നിങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്ത് വലിയ ഇതായിരിക്കും, നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട്, ഞാൻ താഴേക്ക് പൊക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ, നീ ഇപ്പം അങ്ങനെ താഴേക്ക് പോവണ്ട, ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇതൊക്കെ നടത്തിയേക്കുന്നത്, നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല, അങ്കിൾ കടയിലേക്കും ആൻറ്റിയും മുത്തശ്ശിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി, ഇപ്പം ഞാനും ഇവനും നീയും മാത്രമേ ഈ വീട്ടിലുള്ളൂ, ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും ഒന്നും അറിയാൻ പോണില്ല, നിന്നെ ആരും രക്ഷിക്കാനൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കൈയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്, കവളിലൊക്കെ ഇങ്ങനെ കുത്തി പിടിക്കുന്നുണ്ട് കേട്ടോ ഹരി. അപ്പോൾ ഹരിക്ക് ഭയങ്കര രൗദ്രഭാവമാണ് ഹരിക്ക് ആ സമയത്ത്. അലീനെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ വിട് എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് മോനെ, രോഹിത്തെ എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറ, നിൻ്റെ ചേച്ചിയാണ് ഞാൻ, ആ രീതിയിൽ എന്നെ എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറ, നിങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നത് വലിയ തെറ്റാണ് മോനെ, നീ പിന്നെ ഖേദിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ രോഹിത്ത് അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. രോഹിത്ത് എന്തെങ്കിലും കാണിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കണം. രോഹിത്ത് പറയുന്നുണ്ട്, അന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട്, എൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ നീയല്ലേടി പാര വെച്ച് അച്ഛനെ വിളിച്ചു വരുത്തി, അതിന് നീ ഇത് അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഹരി വീണ്ടും അവളുടെ ഡ്രസ്സൊക്കെ വലിച്ച് കീറി അവളിങ്ങനെ ഉപദ്രവിക്കാനായിട്ട്, എന്തായാലും ജ്യൂസ് കുടിച്ചില്ല, അവളത് തട്ടിക്കളഞ്ഞല്ലോ, ജ്യൂസ് അത് തട്ടിക്കളഞ്ഞു, അതിന് അവളെ അടിക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ് ഹരി. പെട്ടെന്നാണ് കതകിൽ ഇങ്ങനെ മുട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അവരാകെ ഷോക്കായി പോവാണ്. അപ്പോൾ ആരാണ് ഈ സമയത്ത് കതക് മുട്ടാൻ, അപ്പോൾ ഇവരൊക്കെ അകത്തല്ലേ, അപ്പോൾ വാതിലാണെങ്കിൽ കുറ്റിയിട്ട് എന്നുള്ള ഓർമ്മയാണ്, വാതിൽ അടയ്ക്കാത്തൊന്നും ഇവർ ഓർക്കുന്നില്ല. അങ്ങനെ കതകിൽ മുട്ടുന്നത് കേട്ടിട്ട് ഇവരാകെ ഷോക്കായി പോവാണ്. അങ്ങനെ വാതിൽ തുറക്കാത്തത് കാരണം കതകിൽ തുരുതുരാ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മുട്ടുന്നതായിട്ട് ഗതി കിട്ടുകൊണ്ട്, അതായത് അത്രയും എന്തായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് രോഹിത്താണ് ചെന്ന് വാതിലുറക്കുന്നത്. ആരാന്നും ചോദിച്ചുകൊണ്ട് വന്നിട്ട് വാതിലുറക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ട് ആകെ ഷോക്കായി പോവാണ്. അത് വേറെ ആരുമല്ല, മനു ആയിരുന്നു കേട്ടോ. മനുവിനെ കണ്ടിട്ട് രോഹിത്ത് ആകെ പേടിച്ച് പോവാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ കഥക്ക് ഇങ്ങനെ അടച്ചിട്ടേക്കണം, ഫ്രണ്ടിലെ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്, എല്ലാവരും ഇത് എങ്ങോട്ട് പോയി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഹോസ്പിറ്റലിലേക്ക് പോയിന്ന്, മുത്തശ്ശി എവിടെയെന്ന് ചോദിക്കും, മുത്തശ്ശിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അമ്മ പോയി എന്ന് പറയണ രോഹിത്ത്. ആൻറ്റിയെ ഞാൻ വിളിച്ചു, ഹോസ്പിറ്റലിലാണെന്ന് എനിക്കറിയാം എന്ന് പറയാണ് മനു. അപ്പോൾ അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ഉള്ളവരൊക്കെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് മനു വന്നത്. അപ്പോൾ അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ അവിടെ എവിടെയെങ്കിലും താഴെ ഉണ്ടാകും എന്ന് പറയണം. അതേസമയം അലീനയുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ അവിടെ നിൽക്കുക കേട്ടോ ഹരി. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഹരി ഇങ്ങോട്ടേക്ക് വന്നിരുന്നോ, ഹരിയുടെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയാണ് മനു. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, വന്നായിരുന്നു, പക്ഷേ പെട്ടെന്ന് എന്തോ അത്യാവശ്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി എന്ന് പറയണേ. അപ്പോൾ അതിലെന്തോ കള്ളമുണ്ടെന്ന് മനുവിന് മനസ്സിലാവാണ്. നീ എന്താ ഇങ്ങനെ പതറുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മനുവേട്ടാ, എന്താ കാര്യമെന്ന് ചോദിക്കണം. അപ്പോൾ അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ താഴെ എവിടെയെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് ഉണ്ടാവും എന്ന് പറയുമ്പോൾ, താഴെ ഒന്നുമില്ല, ഞാൻ എല്ലാം എടുത്ത് നോക്കി എന്ന് പറയാണ് മനു. അപ്പോൾ മനു അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ, മനുവേട്ടൻ എന്താ ഇവിടെ ഈ റൂമിൽ അലീന ഉണ്ടോ എന്നാണോ നോക്കുന്നത്, ഇവിടേക്കൊന്നും അലീന വരാറില്ല,
എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയെന്ന് ഓർത്തിട്ട് എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മനു അകത്തേക്ക് കയറാനായിട്ട് രോഹിത് സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് അലീനയുടെ ഷോൾ അവിടെ ബെഡിൽ കിടക്കുന്നത് മനു കാണുന്നത്. മനുവിന് അത് കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലാണ്. മാറി നിൽക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വരാണ്. അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നത് അലീനയുടെ വായ മൂടി പൊത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരിയാണ്. അതുകൂടി കണ്ടപ്പം മനുവിൻ്റെ എല്ലാ കൺട്രോളും പോവുകയാണ്. എന്താണ് നീ കാണിക്കണേന്ന് ചോദിച്ചുകൊണ്ട് ഹരിയെ പിടിച്ചിട്ട് തല്ലുകയാണ് മനു. വിട് മനുവേട്ട, എന്നെ തല്ലേന്നൊക്കെ പറയുമ്പം മനുവേട്ടൻ എന്തേ കാണിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ കൂടി ഇവിടെ എന്താ കാണിക്കുന്നത് ഈ പാവം പെൺകുട്ടിയോടും ചോദിക്കുമ്പോൾ അവരാകെ പെട്ടുപോകണം. എന്താണെന്ന് പറയാനൊന്നും മറുപടി ഇല്ലല്ലോ. അവർ ചെയ്ത പ്രവൃത്തി അത്രയും മോശമില്ലേ. രണ്ടു പേർക്കും നല്ല തല്ല് കൊടുക്കുകയാണ് മനുവിന്. ഹരിക്കും കൊടുക്കുന്നുണ്ട്, രോഹിത്തിനും കൊടുക്കുന്നുണ്ട്. രോഹിത്തിന് ഭയങ്കര ദേഷ്യമാണ്. മനുവേട്ടൻ എന്തിനാ എന്നെ തല്ലുന്നത്? സ്വന്തം അനിയനെ തല്ലിയപ്പോരെ, എന്നെ തല്ലാനായിട്ട് വരണ്ട, ഇത് എൻ്റെ വീടാന്നൊക്കെ രോഹിത്ത് പറയുമ്പോൾ നിൻ്റെ വീടാണെങ്കിൽ നിൻ്റെ വീട്ടിൽ ഇമ്മാതിരി വൃത്തികേട് നടത്താൻ നീ അനുവദിച്ച് കൊടുക്കല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രോഹിത്തിനെ തല്ലുന്നത്. അങ്ങനെ അലീനെ അവൻ രക്ഷിക്കുകയാണ് ഹരിയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് അലീനെ ആ ഷോൾ എടുത്ത് കൊടുത്തിട്ട് അവളുടെ മാറത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അലീനയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. മനുവേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എന്നിങ്ങനെ ഓർത്തിട്ട് മനുവിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് മനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. മനു അവളങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് അവൻ്റെ ഹരിയുടെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ചിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചാണ് മനു നിൽക്കുന്നത്. അപ്പോൾ ഹരിയാണെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനൊരു ഇത് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അവളിങ്ങനെ ഉപദ്രവിക്കാന്നൊക്കെ ഉള്ള രീതിയിലല്ലേ വന്നത്. എന്താണെങ്കിലും രണ്ടു പേർക്കിട്ടും നല്ല തല്ല് കൊടുക്കണം. അങ്ങനെ ഹരി അവിടുന്ന് വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞേക്കണം, ഇനി മേലിൽ നീ ഇങ്ങോട്ടേക്ക് വരരുത്, ഇതൊക്കെ വലിയ ഇഷ്യൂ ആക്കും എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, വേണ്ട മനുവേട്ട, ആരെടുത്തൊന്നും പറയണ്ടെന്ന് പറയണം. അതെന്താ നീ ആരെടുത്തൊന്നും പറയണ്ട എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മനുവേട്ട, അവരൊക്കെ ഇത്തവണ കൂടി നമുക്ക് ക്ഷമിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറയണില്ല. അങ്ങനെ ഹരി അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. ഹരിയോട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകാൻ പറയുന്നത്, ഇനി മേലിൽ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹരി താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് അവിടുന്ന് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ വരുന്ന സമയത്ത് ഹരിയെ കാണണം. ഹരി നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഹരി ഒന്നും പറയുന്നില്ല കേട്ടോ. അതേസമയമാണ് മനു അലീനയും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നത്. നീ ഉണ്ടായിരുന്നു അവിടെ, മനു എപ്പോൾ വന്നടാ, നിൻ്റെ കാറ് ഞാൻ കണ്ടു, അപ്പോൾ നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നേരമായി ഞങ്ങളെ വന്നിട്ട് എന്ന് പറയണം. എന്താണ് പ്രത്യേകിച്ച് വിശേഷം ചോദിക്കുമ്പോൾ, അല്ല മുത്തശ്ശിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ആൻറ്റി പോയേക്കെന്ന് പറഞ്ഞു, അപ്പോൾ എന്താ മുത്തശ്ശിയെ കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാന്ന് പറയണം. അപ്പോൾ ഇതെന്താ ഇവിടെ എല്ലാവർക്കും ഒരു മൗനം? രോഹിത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ രോഹിത്തും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ രോഹിത് നീ എന്താ പറയുന്നത്, കോളേജിൽ പോകാൻ ചോദിക്കുമ്പോൾ എനിക്ക് വയ്യാഞ്ഞിട്ടാണ് എന്ന് പറയണം. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്, എന്താ എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ, അങ്കിളെ ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഞാൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ വലിയ ഭീകരമായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടായേനെ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായ സംഭവമൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രനോട് ദേഷ്യം വന്നിട്ട് വീണ്ടും രോഹിതിനെ തല്ലാനായിട്ട് പോകുമ്പോൾ, വേണ്ട അങ്കിളെ, കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയണം. അങ്ങനെ ഹരിയോട് പറയുന്നുണ്ട്, ഇനി മേലിൽ നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത്, ഇറങ്ങി പോക്കുമെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ രോഹിത്താണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് രോഹിത്ത് മുകളിലേക്ക് റൂമിലേക്ക് തന്നെ പോവുകയാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, അങ്കിളെ രോഹിത്തിനൊന്ന് ശ്രദ്ധിക്കണം, രോഹിത്ത് വഴി തെറ്റി പോകുന്നുണ്ട്, ഹരിയെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയണം. അലീനയോട് പറയുന്നുണ്ട്, മോളെ നീ എന്നോട് ക്ഷമിക്കുന്നു. ബാലചന്ദ്രൻ പറയുമ്പോൾ, സാർ എന്നോട് ക്ഷമ ചോദിക്കുന്നു വേണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് ഒരു കുഴപ്പമില്ല, അവനെ അറിയാത്തത് കൊണ്ടാണ് അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവൻ ഇതിനൊക്കെ ഖേദിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറയാണ് അലീന. അപ്പോൾ നമുക്കിത് വൈജയോട് പറയാം. വൈജയോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവനെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് വൈജയായിരിക്കുമെന്ന് പറയുമ്പോൾ, സാർ ഇനി ഇതിപ്പോൾ പറയാനൊന്നും നിൽക്കണ്ട, പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഭാഗത്താണ് തെറ്റെന്നേ പറയുള്ളൂ, ഞാൻ എന്തിനാ ആ റൂമിലേക്ക് പോയത് എന്നേ ചോദിക്കുള്ളൂ, അതുകൊണ്ട് പറയാൻ നിൽക്കണ്ട എന്ന് പറയാണ് അലീന. അങ്ങനെ എന്താണെങ്കിലും വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടായപ്പം മനുവാണ് അലീനയെ വന്ന് രക്ഷിക്കുന്നത്. പിന്നീട് ഈ വിഷയങ്ങളൊക്കെ വൈജ അറിയുന്ന സമയമൊക്കെ വരുന്നുണ്ട്, അപ്പോഴും വീണ്ടും കുറ്റപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അലീനയെ വന്ന് രക്ഷിക്കാനായിട്ട് മനു എത്തിയേക്കാണ്. അപ്പോൾ അലീനയ്ക്ക് എന്ത് പ്രോബ്ലം വരുമ്പോഴും ആ സമയത്തൊക്കെ മനു അല്ലെങ്കിൽ ബാലചന്ദ്രന് രക്ഷകനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.